ആണ്ടവരുടെ നാമം മയപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കറുത്ത ദിവസം കൂടെ നൽകിയിരിക്കെ നമുക്ക് ഇന്ന് എപ്പിസോഡ് 123 നമുക്ക് പോയിടാം. ഇത് 123 എപ്പിസോഡ്. ഇത് ബൈബിൾ സ്റ്റഡി താൻ ഇங்கே നമുക്ക് വാസിക്കാൻ പറ്റും എന്ന് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് ഫിലിപ്പിയ ലേഖനം 3:4 നമുക്ക് വാസിച്ചാം. എന്നെ ആണ്ടവർ നമ്മളോട് പേശുത് എന്ന് നമുക്ക് വാസിച്ചിടാം. അതിൻ്റെ മുന്നാടി നമുക്ക് 3-ാം വാക്യം ഒന്നും കൂടെ വാസിച്ചിടാം. നാമല്ലോ പരിച്ഛേദനക്കാർ. ഇங்கே അപ്പോസ്തലനായ പൗലോസ് என்ன சொல்லுது? நாம் தான் பரிச்சேதனைக்கார். ஆறு நாம் എന്ന് சொல்லியாൽ വിശ്വാസികൾ താൻ പരിച്ഛേദനക്കാർ, അല്ലാതെ ഇസ്രായേൽ മക്കൾ അല്ല പരിച്ഛേദനക്കാർ. ഇത് ശരിയാ. അവർ ജഡത്തിലെ അവർ പരിച്ഛേദന ഏറ്റാലും അല്ലെങ്കിൽ അവർ ശരീരത്തിൽ അവർ പരിച്ഛേദന ഏറ്റാലും അവർ പരിച്ഛേദനക്കാരല്ല. അതായത് ഒരു ആണ്ടവർക്ക് വേണ്ടി പരിച്ഛേദന എന്ന് ചൊല്ലിയാൽ ആണ്ടവർക്ക് വേണ്ടി മാറ്റപ്പെട്ട ഒരു കൂട്ടം. അതുதான் ഇங்கே നമ്മൾ சொல்லுது. ഇங்கே ആണ്ടവർ ചൊല്ലുക, നിങ്ങൾ മറ്റുള്ളവരെ കാട്ടി മാറ്റപ്പെട്ട ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പരിശീലനം. അത് നിങ്ങളെ മറ്റുള്ള അല്ലെങ്കിൽ അന്യജാതിക്കാരിൽ നിന്ന് നിങ്ങളെ വേർപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അന്നേരം നിങ്ങൾ അന്യജാതിക്കാരിൽ നിന്നും വേർപെട്ടവർ എന്ന് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശീലനം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എന്നാ சொல்லுது? അവർ ശരീരത്തിൽ പരിശോധന ഏറ്റെങ്കിലും അവർ എന്നാ പണുക? അവർ ആണ്ടവരുടെ ചിത്തമനുസരിച്ചല്ല നടക്കുക. അവർ തന്നെത്താനെ ആണ്ടവർക്ക് വേണ്ടി അവർ മാറ്റി നിർത്തിയില്ല. അവർ ഇപ്പോഴും പാപത്തിൽ താൻ ജീവിക്കുന്നത്. അതിന് അവർ പരിശോധന ഏറ്റിട്ട് യാതൊരു കാര്യമേ கிடைக்காது. എന്നാൽ വിശ്വാസികളായ നമ്മൾ ശരീരത്തിൽ പരിശോധന ഏൽക്കുന്നില്ലെങ്കിലും നമ്മൾ എന്നാ പറ്റുക? നമ്മൾ പരിശോധന ഏൽക്കുന്നത് എവിടെ? നമ്മൾ ഹൃദയത്തിൽ പരിശോധന എടുക്കും. അതായത് നമ്മൾ ആണ്ടവർക്ക് വേണ്ടി നമ്മൾ ഹൃദയത്താൽ ആണ്ടവർക്ക് വേണ്ടി നമ്മളെ തന്നെ മാറ്റി നിർത്തുക. അന്നേരം ഇங்கே ആ പരിശോധന എന്ന് ചൊല്ലിയാൽ നമ്മൾ ആണ്ടവർക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന് താൻ ഇங்கே சொல்லுது. ഇங்கே சொல்லுது, നാമല്ലോ പരിശോധനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. അതുകൊണ്ട് നമ്മൾ എന്നാ പണോ? നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവാൽ നമ്മൾ ആരാധിക്കും, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കും, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കും ചെയ്യുന്ന നാം തന്നെ. അതായത് നമ്മൾ 3 കാര്യം നമ്മൾ പണും. അതായത് വിശ്വാസികളായ ചെയ്യുന്ന കാര്യങ്ങൾ എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കും. അതായത് വിശ്വാസികൾ താൻ ദൈവത്തിൻ്റെ ആത്മാവ്, അതായത് നമ്മൾ ആണ്ടവരെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരും. അതായത് നമ്മൾ ആത്മാവാൽ നമ്മൾ ആണ്ടവരെ ആരാധിക്കും, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കും. അത് നമുക്ക് പ്രശംസാ വിഷയം എന്നായിരിക്കും? ക്രിസ്തുയേശു നമുക്ക് വേണ്ടി മരിത്താറേ, അത് താൻ നമ്മുടെ പ്രശംസാ വിഷയം. അതായത് ക്രിസ്തുയേശു നമ്മുടെ ആണ്ടവരായിരിക്കെ അതുതാൻ നമ്മുടെ പ്രശംസാ വിഷയം. അന്നേരം ഇங்கே നമുക്ക് പ്രശംസാ വിഷയം എന്നായിരിക്കും? ക്രിസ്തുയേശു താൻ. 3ാമത് എന്നാ ചൊല്ലുക? ജഡത്തിൽ ആശ്രയിക്കാതെ നമ്മൾ ശരീരത്തിൽ ആശ്രയിക്കാതെ നമ്മൾ ആണ്ടവരെ ആരാധിക്കും. അതായത് നമ്മൾ ഇസ്രായേൽ മക്കളെ പാക്കുമ്പോൾ അവർ ശരീരം കൊണ്ട് താൻ എല്ലാം ചെയ്ത് അവരുടെ പാവത്തിന് വേണ്ടി അവർ മൃഗങ്ങളെ അർപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അവർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ അവർ പ്രമാണിക്കുക. അത് ശരീരത്തിൽ. എന്നാൽ നിങ്ങൾ മനസ്സിലെ ആണ്ടവർക്ക് എന്നായിരിക്കുന്ന ആശ്രയിക്കുന്നു. നിങ്ങൾ ആണ്ടവരെ താൻ ആശ്രയിച്ച് താൻ നമ്മൾ നടത്തുക. 4-ാം വാക്യത്തിൽ നമുക്ക് എന്നാ വാസിക്കുന്നത് നമുക്ക് നോക്കാം. പക്ഷേ എനിക്കും ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. എന്നാൽ ഇங்கே അപ്പോസ്തലനായ പൗലോസ് சொல்லுது, എന്നാൽ എൻ്റെ കാര്യം കംപ്ലീറ്റ് വിപരീതം താൻ. എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ കാര്യമിരിക്കും. എന്നെ ജഡത്തിൽ ആശ്രയിപ്പാൻ കാര്യം, ഞാൻ ഇസ്രായേലിയൻ. അതായത് നമുക്ക് പിന്നെ അത് വാസിച്ചിടാം. അന്നേരം അവൻ ഇസ്രായേലിയൻ. അവന് പരിച്ഛേദനയേറ്റവൻ. അവൻ പരിച്ഛേദനയേറ്റ് ശരീരത്തിൽ പരിച്ഛേദനയേറ്റു ആണ്ടവർക്ക് വേണ്ടി അവൻ തന്നെത്താനെ മാറ്റി നിർത്തി. അതുകൊണ്ടാണ് എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. അതുകൊണ്ട് എനിക്ക് ജഡത്തിൽ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ എനിക്ക് ആണ്ടവരെ ആശ്രയിപ്പാൻ എനിക്ക് ഇടമിരിക്കെ. എന്നാൽ മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് ആദ്യം ഇപ്പം വേറെ നിങ്ങൾ ചൊല്ലുക, ഇസ്രായേൽ മക്കൾ ചൊല്ലുക, ഞങ്ങൾ താൻ ആണ്ടവർക്ക് പരിച്ഛേദനയേറ്റവർ, ഞങ്ങൾ താൻ മറ്റുള്ള എല്ലാവരെ കാട്ടിയും മേക്ഷമായ ആൾക്കാർ, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റെല്ലാവരെക്കാട്ടിലും ആണ്ടവർക്ക് പ്രീതിയുള്ളവർ എന്ന് ചൊല്ലുകയെന്നുണ്ടെങ്കിൽ ഞാനും ആ കൂട്ടത്തിൽപ്പെട്ടവൻ താൻ. ഇസ്രായേൽ എന്നാ ചൊല്ലുത്, ഇസ്രായേൽ മക്കൾ എന്നാ ചൊല്ലുത്, അതെല്ലാമേ ഞാനും
ചെയ്തിരിക്കുക. അത് നമുക്ക് അന്നേരം എനിക്ക് അതിൽ തോന്നിയാൽ എനിക്ക് അധികം അതനുസരിച്ച് എനിക്ക് അവരെക്കാട്ടി എനിക്ക് ജാസ്തി കിടക്കരുത്, അത് അല്ലെങ്കിൽ എനിക്ക് വളരെയധികം ഇരിക്കെ എന്ന് சொல்லுது. അത് നമ്മൾ 5ஆம் വാക്യത്തിൽ അന്നേരം അവൻ ഇങ്ങേയും അവൻ சொல்லுது എന്നത് കൊണ്ട് താൻ അവൻ ശരീരത്താൽ പരിച്ഛേദന ഏറ്റത് എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ ആണ്ടവരുടെ കൽപ്പന എന്നാ പ്രമാണിച്ചത് എന്ന് ചൊല്ലുമ്പോൾ, ഇங்கே 5ஆம் വാക്യത്തിൽ അവൻ അപ്പോസ്തലനായ പൗലോസ് എന്നാ சொல்லுது, ഞാൻ 8ஆம் നാളിൽ പരിച്ഛേദന ഏറ്റവൻ. അതായത് ഇங்கே ആണ്ടവർ ഇസ്രായേൽ മക്കളോട് എന്നാ കൽപ്പിച്ചാച്ച്, 8ஆம் നാളിൽ നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം. നിങ്ങൾ പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ നിങ്ങൾ തപ്പ് പണുക. അന്നേരം ഇங்கே അപ്പോസ്തലനായ പൗലോസ് ഞാൻ 8ആം നാളിൽ ഞാൻ പിറന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയപ്പന്മാർ അല്ലെങ്കിൽ എൻ്റെ അമ്മയപ്പന്മാർ ഇസ്രായേൽ മക്കൾ അവർ ആണ്ടവരുടെ ചിത്തമനുസരിച്ച് 8ആം നാളിൽ എനിക്ക് പരിച്ഛേദന തന്നാച്ചേ. അന്നേരം ഇസ്രായേൽ മക്കൾക്കും അത് ഞാൻ ചൊല്ലുക, അവർക്ക് അതായത് ആണ്ടവർ കൊടുത്ത കൽപ്പനയനുസരിച്ച് അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും, 8ആം നാൾ അവർക്ക് തൻ്റെ മക്കൾക്ക് പരിച്ഛേദന കൊടുക്കണം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എനിക്ക് 8ആം നാൾ എൻ്റെ അമ്മയപ്പന്മാർ എനിക്ക് പരിച്ഛേദന നൽകിയാച്ചേ. അന്നേരം ഞാനും അവരെ പോലെ പരിച്ഛേദനയേറ്റവൻ താൻ, ശരീരത്തിൽ പരിച്ഛേദനയേറ്റവൻ താൻ എന്ന് ചൊല്ലുക. അടുത്ത വാക്യം ഇസ്രായേൽ ജാതിക്കാരൻ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ, അതായത് ഞാൻ ഇസ്രായേൽ മക്കളിൽ നിന്നും ജനിച്ചവൻ. അതായത് എൻ്റെ പൂർവ്വപിതാക്കന്മാർ എല്ലാം ഇസ്രായേൽ മക്കൾ താൻ, ഞാൻ ഇസ്രായേൽ മക്കളിൽ നിന്നും വന്നവൻ, ഞാൻ ആണ്ടവർ തിരഞ്ഞെടുത്ത ജാതിയിൽ നിന്നും ഞാൻ പിറന്നവൻ. അതുകൊണ്ട് ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ. അതുകൊണ്ട് എനിക്ക് യാതൊന്നും കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് വേറെ ഒന്ന് ചൊല്ലിയാൽ ഇസ്രായേൽ മക്കൾ അല്ലാത്തവരും പരിച്ഛേദന ഏൽക്കത്. പക്ഷെ അതല്ല, ഞാൻ ഇസ്രായേൽ മനുഷ്യൻ താൻ, അതുകൊണ്ട് ഞാൻ പരിച്ഛേദന ഏറ്റാച്ച. എനിക്ക് 2 ക്വാളിറ്റി ഇരിക്കെ ഞാൻ ഇസ്രായേൽക്കാരൻ. രണ്ടാമത് എന്നാ ചൊല്ലുത്, ഞാൻ 8ആം നാൾ പരിച്ഛേദന ഏറ്റവൻ എന്നാ ചൊല്ലുത്. മൂന്നാമത്തെ കാര്യം എന്നാ ചൊല്ലുത്, മൂന്നാമത് ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ. ഇസ്രായേൽ മക്കളിലെ ഒരു ഗോത്രം, അതായത് 12 ഗോത്രത്തിൽ ഒരു ഗോത്രം താൻ ബെന്യാമിൻ ഗോത്രം. ആ ബെന്യാമിൻ ഗോത്രത്തിലെ പെട്ട മകൻ താൻ, അതായത് എൻ്റെ പൂർവ്വപിതാക്കന്മാർ ബെന്യാമിൻ ഗോത്രത്തിൽ ഉള്ളവർ താൻ. അതുകൊണ്ട് ഞാൻ ബെന്യാമിൻ ഗോത്രം, അതായത് ഇസ്രായേൽ മക്കൾക്ക് എപ്പം ചൊല്ലിയാലും അവരുടെ കുലങ്ങൾ അവർക്ക് ചൊല്ലേണ്ട ആവശ്യമുണ്ട്. അവരുടെ പേര് ആ ഗോത്രത്തിൽ ഇരിക്കുകയില്ല എന്ന് അവർ പാക്കും. അത് പാക്കാതെ അവർ ഇസ്രായേൽ മക്കളെ അംഗീകരിക്കില്ല. നമ്മൾ ന്യൂസ് വായിച്ചിടുക. പഴയ കാലത്ത് ഒരു 10-40 കൊല്ലം മുമ്പേ ഇപ്പോൾ ഇസ്രായേൽ മക്കളെ നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നച്ച, അന്നേരം അവർ എന്നാ പണിയ തിരുമോ, അവർ വന്നിട്ട് അവരുടെ കുലം അവർക്ക് തിരിയണം. അവരുടെ കുലം ശരിയായിട്ടാണോ, ഏത് കുടുംബത്തിൽ നിന്ന് വന്ന് അവരുടെ പിതാക്കന്മാരുടെ പേര് ചൊല്ലി അവർ ഏത് കുലത്തിൽ നിന്ന് വന്നു എന്ന് അവർക്ക് தெரியாது. അവർ ഇസ്രായേൽ മക്കളെന്ന് ചൊല്ലാൻ മുടിയാതെ. അന്നേരം ഇங்கே അപ്പോസ്തലനായ പൗലോസ് ഞാൻ ഇസ്രായേൽ മനുഷ്യൻ താൻ. ഞാൻ ഇസ്രായേൽ മനുഷ്യൻ മാത്രമല്ല, ഞാൻ ബെന്യാമിൻ ഗോത്രത്തിലുള്ളത്, അതായത് ഇസ്രായേൽ മക്കളിലെ ഏറ്റവും ഇളയ മകൻ താൻ ബെന്യാമിൻ. ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവൻ താൻ. അതായത് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇരിക്കെ ഞാൻ ഇസ്രായേൽ താൻ എന്ന് ചൊല്ലുവാൻ. അതുകൊണ്ട് ഞാൻ ഇസ്രായേൽ താൻ മാത്രമല്ല, എബ്രായയിൽ നിന്നും ജനിച്ച എബ്രായൻ. അതുമാത്രമല്ല, എൻ്റെ ഭാഷ ഇബ്രായർ താൻ. അതായത് ഞാൻ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ ചൊല്ലുക, അവർ എബ്രായ ഭാഷ താൻ പേശിയത്, അവർ എബ്രായ മനുഷ്യർ താൻ. അതുകൊണ്ട് ഇങ്ങനെ ചൊല്ലുക, ഞാൻ എബ്രായ മനുഷ്യൻ, ഞാൻ എബ്രായ ഭാഷയിൽ, എൻ്റെ ഭാഷ എബ്രായ ഭാഷയാണ്. എന്നെ നിങ്ങൾ എന്നാ ചൊല്ലുക, ഞാൻ ഹീബ്രു എന്ന് ചൊല്ലിടും. അതായത് ഞാൻ ഇബ്രായ ജാതിക്കാരൻ. അല്ലെങ്കിൽ അതായത് നമ്മൾ വാസിക്കുന്ന 8-ാം ദിവസം പരിച്ഛേദനയേറ്റവൻ, രണ്ടാമത് ഞാൻ ഇസ്രായേൽ മകൻ, മൂന്നാമത് ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, നാലാമത് എന്നാ ചൊല്ലുക, ഞാൻ ഇബ്രായ ഗോത്രത്തിൽ ജനിച്ചവൻ എന്ന് അവൻ ചൊല്ലുക. അതായത് നമ്മൾ കുലമായിട്ട് നോക്കുമ്പോൾ ഇബ്രായ ഭാഷ, എൻ്റെ ഭാഷ, ഞാൻ ഇബ്രായ ഗോത്രത്തിൽ ജനിച്ചവൻ, ഞാൻ എബ്രായൻ. ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ ഇനിയും ചൊല്ലുകയെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ന്യായപ്രമാണം അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ അங்கே നമുക്കൊരു കാര്യം നമുക്ക് തിരിയാൻ പറ്റും. പരീശൻ എന്ന് ചൊല്ലിയാൽ വചനം പഠിച്ചവൻ. പരീശൻ അവൻ താൻ വചനത്തിൻ്റെ സർവ്വപൂർണ്ണ ജ്ഞാനം ഇരിക്കെ അവൻ താൻ പരീശൻ. അതായത് മനുഷ്യർക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് വചനം പറഞ്ഞു കൊടുക്കുന്ന മനുഷ്യൻ താൻ. ഞാൻ വചനത്തിൻ്റെ പൂർണ്ണ തികവ് എനിക്ക് നിറഞ്ഞവൻ, ഞാൻ വചനം എനിക്ക് നല്ലപോലെ തിരിയും, ഞാൻ പരീശൻ താൻ. അത് പരീശൻ എന്ന് ചൊല്ലിയാൽ പണ്ഡിതൻ, അതായത് വേദജ്ഞാന പണ്ഡിതൻ താൻ എന്ന് അവൻ ചൊല്ലുകയാണ്. ഞാൻ പരീശൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 6-ാം വാക്യത്തിൽ വാസിക്കുന്നത് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. അവന് ഇസ്രായേൽ മക്കളോടുള്ള ശുഷ്കാന്തി അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം നിമിത്തം അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ഭയം നിമിത്തം ആണ്ടവർക്ക് ചിത്തമായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം അവൻ എന്നാ ചെയ്ത് അവൻ സംബന്ധിച്ച് സഭയെ ഞാൻ ഈ ക്രിസ്തുവ സഭയെ ഞാൻ ഉപദ്രവിച്ചവൻ. അതായത് ഞാൻ ഇസ്രായേൽ മക്കൾ അല്ലാതെ ആരും തന്നെ ആണ്ടവരെന്ന് വിളിക്കാൻ പാടില്ല എന്ന് അവർ ചൊല്ലുക. നിങ്ങൾ യേശു ക്രിസ്തു യേശു അവൻ എന്നാ ചൊല്ലിയാച്ച് ഞാൻ ദൈവമാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ചൊല്ലിയ അവൻ അതുകൊണ്ട് ഇങ്ങനെ ചൊല്ലുക. ഞാൻ അങ്ങനെ അത് വചനാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങൾ ആരും ആണ്ടവർക്ക് ഒപ്പം സമനാവാൻ പാടില്ല. നിങ്ങൾ അപ്പടി സമനാവാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ എന്നാ பண்ணണം? കല്ലെറിഞ്ഞ് കൊന്നിടണം. ഇങ്ങനെ ചൊല്ലുക. അവൻ ചൊല്ലുക, ഞാൻ അപ്പടിയായിരിക്കുന്നവൻ, ഞാൻ ആണ്ടവരുള്ള ശുഷ്കാന്തി അല്ലെങ്കിൽ ആണ്ടവരുള്ള സ്നേഹം, ആണ്ടവർക്കുള്ള ചിത്തം അനുസരിച്ച് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ആണ്ടവർക്ക് ഹിതമല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ കൊന്നു മുടിച്ചവൻ, ഞാൻ അങ്ങനെയുള്ള മനുഷ്യൻ, ഞാൻ അതായത് സഭയെ സംബന്ധിച്ച് ഉപദ്രവിച്ചവൻ, ഞാൻ സഭയെ ഉപദ്രവിച്ചു. അതായത് യേശുക്രിസ്തുവിനെ ആരൊക്കെ വിശ്വാസിച്ച അവരെ എല്ലാം കൊല്ലുവാൻ താൻ അവൻ ദമസ്കസിലേക്ക് പോയത്. അങ്ങനെയുള്ളവൻ അവൻ എന്നാ ചെയ്താച്ച് അവൻ ശുഷ്കാന്തി സംബന്ധിച്ച് ഞാൻ ഉപദ്രവിച്ചവൻ താൻ എന്ന് ചൊല്ലുക. പിന്നെ അടുത്ത കാര്യത്തിൽ ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനന്യൻ. അതായത് ന്യായപ്രമാണത്തിൻ്റെ അനുസരിച്ച് ഞാൻ അനന്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആണ്ടവർക്ക് ചിത്തമായി സമ്പൂർണ്ണമായി സമർപ്പിച്ച വ്യക്തി എന്ന് ചൊല്ലുക. എങ്കിൽ ഞാൻ ഇങ്ങനെ നിർത്തുക. എൻ്റെ സമയം എൻ്റെ മുടിഞ്ഞാച്ച് ആണ്ടവരുടെ മുമ്പിൽ അപ്പോസ്തലനായ പൗലോസിനെ ചൊല്ലുക. ആണ്ടവരുടെ മുമ്പിൽ ചൊല്ലുക, ഞാൻ യഹൂദൻ താൻ, ഞാൻ ഇസ്രായേലിയൻ താൻ, ഞാൻ ബെഞ്ചമിൻ ഗോത്രത്തിലുള്ള അവൻ്റെ മഹത്വം ചൊല്ലുക. എന്നാൽ ഞാൻ അതെല്ലാം വിട്ട് കഴിഞ്ഞ എന്ന് നമുക്ക് പിന്നെ നമ്മൾ വാസിക്കാം. എങ്കിൽ ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയം നമുക്ക് ആണ്ടവരുടെ വചനത്തിൽ നമ്മൾ പഠിച്ച് നമ്മൾ അവനിൽ ബലപ്പെട്ട് അവരെ നാം മഹത്വപ്പെടുവാൻ തക്കോണം ഇടയമാക്കാട്ടെ. ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.